നമ്മളെവിടെ ചെന്നാലും ആദ്യം ഒരു വടിവാളെടുത്ത് തരും. മേക്കപ്പ് ഇവിടെ ഒരു മാർക്കുണ്ട്, അതൊന്നും കൂടി കുത്തി ഒന്നും കൂടി മാർക്കാക്കും. വേറെ എക്സ്ട്രാ ഒരു വെട്ടിട്ട് തരും. ആർട്ടിന്റെ കയ്യിൽ നിന്ന് ഒരു വാള് തരും. പിന്നെ കോസ്റ്റ്യൂം ഒരു കൈലിയും ട്രൗസർ പുറത്ത് കാണുന്ന പോലെ കൈലിയും തരും. ഒക്കെ ഗുണ്ട പരിപാടിയായിരുന്നു കുറെ നാള്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോ നമുക്കിത് മാറണം നമുക്ക് എപ്പോഴും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളങ്ങനെ സ്റ്റക്കായി നിൽക്കുന്ന സമയത്ത് അങ്ങനെ കുറച്ച് മാറ്റങ്ങൾ വരാൻ ആഗ്രഹിച്ച സമയത്താണ് ശരിക്കും ഈ മറ്റേ കിളി പോയി എന്ന് പറഞ്ഞ സിനിമ വന്നതിൽ നല്ല ഹ്യൂമർ കലർന്നൊരു പോലീസുകാരൻ്റെ വേഷം. 2-3 സീനേ ഉള്ളൂ, പക്ഷെ എനിക്കത് ഹ്യൂമർ ചെയ്യാൻ ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല കോൺഫിഡൻസ് ആയി, അത്യാവശ്യം ചിരി ചെയ്യാൻ കുഴപ്പമുണ്ടാവില്ല എന്നുള്ളത് എനിക്കൊരു തോന്നൽ വന്നു. പിന്നെയാണ് അഭയകുമാർ എന്ന് പറഞ്ഞ ക്യാരക്ടർ പുണ്യാളനഗർ ബത്തീസിൽ എനിക്ക് വരുന്നത്. അതിലാദ്യം വേറെ വേഷമായിരുന്നു ഞാൻ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ആ ലാസ്റ്റ് മിനിറ്റിൽ അത് ചെയ്യേണ്ടിരുന്ന നടൻ എത്താൻ പറ്റാത്തതുകൊണ്ട് എന്നെയാണ് കാസ്റ്റ് ചെയ്തത്. അപ്പോൾ രഞ്ജിത് ശങ്കർ എൻ്റെ വളരെ അടുത്ത സുഹൃത്തും എൻ്റെ റിലേറ്റീവും കൂടിയാണ്. അപ്പോൾ പാസഞ്ചറിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പുണ്യാളനഗർ ബത്തീസിൽ ഈ വേഷം എനിക്ക് അങ്ങനെ വന്നു ചേരുന്നതാണ്. അത് പക്ഷെ ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാനാണെങ്കിൽ അങ്ങനത്തെ ഒരു വേഷം, ഒരു ത്രൂ ഔട്ട് ഒരു ഹ്യൂമർ വേഷം ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അതിന്റെ ഒരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു. എനിക്ക് നേരത്തെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, പക്ഷെ ബാക്കിയുള്ളവർക്കില്ലായിരുന്നു.